എന്താ പേര്? എന്റെ പേര് രാകേഷ് ഭക്തനാണെന്ന് താങ്കളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അല്ലാണ്ട് കഥാപ്രസംഗം വേണ്ട. പറ, സംഭവം ദിവസം താങ്കൾ എവിടെയായിരുന്നു? സംഭവം നടന്ന ദിവസം, അതായത് 12/2/2000, അതായത് ബുധനാഴ്ച, അതായത് 10-നും 10:30 എടുക്കും. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് ചോറിൽ കിടന്നു. മതി മതി, താങ്കൾക്ക് പോകാം. ഓ, ഇങ്ങനെയുണ്ട് ഒരു മാഷന്മാർ. എന്ത് ചോദിച്ചത്? എവിടെ? അടുത്ത മാഷെ വിളിക്കും. എക്സ്ക്യൂസ് മീ, എവിടെയാ പോന്നെ? എവിടുന്ന്? കുട്ടികൾ എങ്ങനെയാണോ ലാബിലേക്ക് കൊണ്ടുപോകുന്നത്? എന്താ കുട്ടി? ഒരു മൗസ് 2 വട്ടം ക്ലിക്ക് ചെയ്തിന് എന്താ ഇത്? പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. എന്താ പ്രിൻസി, ഇങ്ങനെയൊക്കെയാണോ ഈ കോളേജിൽ? അല്ല സാർ, സാർ എവിടെ? അതല്ല പ്രിൻസി, ഇവർക്കാരാ? ഇതാരാ? ആര്? വീട്ടിലെത്രയാളുണ്ട്? ഞാനൊറ്റയ്ക്കുള്ളൂ. എത്രയല്ല. താങ്കളുടെ ഹോബീസൊക്കെ എന്തൊക്കെയാ? നല്ലൊരു ഗായകനാണ്. ഒരു പാട്ടുപാടി നോക്കാം. മതി മതി മതി, പോകാം. വേണ്ട വേണ്ട, പോകാം, താങ്കൾക്ക് പോകാം. ചാക്കോ, നിനക്ക് ഇതിനെ മനസ്സിലായോ? എന്റെ സംശയം, പാട്ട് പാടി ആരെങ്കിലും കൊന്നിരിക്കുമോ? ഈ ബാധ എന്താ ഇവിടെ തന്നെ? ഒഴിഞ്ഞു പോ. CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. MIC. താനിവിടെ ഇരിക്കുന്നതോ? വിക്രം, കം. സർ, വിക്രം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒരു കൂട്ടം പെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ എഴുതിപ്പിച്ചിട്ടുള്ളതാണ്. സർ, രണ്ടാമത്തെ തെളിവിൽ കൂടി മനസ്സിലാവുന്നത് സർ, നോക്കൂ സർ, ആ വിദ്യാർത്ഥികളുടെ, അതായത് ചത്ത 3 വിദ്യാർത്ഥികളുടെ കയ്യിലെ എല്ലുകളാണ് ഒടിഞ്ഞിരിക്കുന്നത്. എന്ത്? നോട്ട് എഴുതി ഒടിഞ്ഞെന്നോ? ഇയാളെ പുറത്തു വിടോ? എന്താ ഇത്? വല്ല ശല്യമായിട്ടുണ്ടല്ലോ സുരേഷ് പോലും. എന്താ ഇതൊക്കെ? പറ, ആരാണ് ആ വ്യക്തി? സർ, എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണെന്നാണ്. ആര്? മത്തായോ? വിളിക്കയാളെ, വിളിക്കേ. എന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഓക്കെ വിക്രം, ഫിംഗർ പ്രിന്റ് എടുത്തോ. താനാണല്ലേ മത്തായി? താൻ എങ്ങനെയാ? പറ, കുട്ടികൾ എങ്ങനെയാ കൊന്നേ? പറ, അറിയാതെ ഞാൻ പറ്റില്ല. പറ. ആരോ ഞാൻ കൊന്നാണോ? താനെന്താണോ ഈ പറയുന്നത്? അതിനൊക്കെ തെളിവുണ്ടോ? എല്ലാം അടിഞ്ഞു കഴിഞ്ഞു മത്തായി. ഇനി സത്യം പറയുന്നതാണ് നല്ലത്. അതിനുള്ള തെളിവാണ് എന്റെ കയ്യിലുള്ളത് മത്തായി. ഒരു പേനായിട്ട് വെച്ച് ഞാനാണോ കൊലയാളി? അതെ, താൻ തന്നെ കൊലയാളി. എത്ര മണിക്കൂറാണ് താൻ നോട്ട് എഴുതിച്ച്? പറ. താൻ പോയി കേസ് കൊടുക്കണം. പറ, നോട്ട് എഴുതിച്ച് പറ. പറ, അന്ന് ഞാൻ 20 വഴി എഴുതിച്ചോ. പറ മത്തായി, കഥ പറ. എങ്ങനെയാ കൊന്നേ? പറയാം. ഒന്ന് പറഞ്ഞു തുറക്കോടോ. എനിക്കത് നാവില്ല. താനെന്താണോ എന്നെ അനുഭവിക്കുന്നത്? തന്റെയുള്ള സ്വഭാവമാണ്. അന്ന് എഴുത്തച്ഛൻ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഒരുപാട് എഴുതിച്ചിടും. അല്ലെങ്കിൽ 50 വഴി എഴുതിക്കാറുള്ള ഞാൻ ഒരു 100 പേര് എഴുതിച്ചു. കുട്ടികൾ നന്നാവാനാ. അങ്ങനെ അവർ മരിച്ചുപോയി. ചാക്കോ, എങ്ങനെയുണ്ട്? എന്നിട്ട് അവർ മരിച്ചുവെന്ന് ഞാൻ കരുതിയില്ല സർ. 3 പേര് താങ്കൾ തന്നെയാ കൊന്നത്? അല്ല, സത്യം. സത്യം. ഇടക്കുള്ള ഇങ്ങോട്ട് കൊന്നത് താനെന്താണ്? ഓക്കെ ഓക്കെ ചാക്കോ, ചാക്കോ, നോട്ട് ദ പോയിന്റ്. ഓ, നോട്ടുണ്ടോ? കുറച്ച് എഴുതിക്കോളൂ, ഞാൻ പറയാം. താങ്കൾക്ക് പോകാം. നീ ഒരു ഊർജിത അന്വേഷണം നടത്തിയിട്ട് വാ. പോ. നിങ്ങളെ മാഷന്മാരിലൊന്ന് വിളിച്ചേ.
എല്ലാരും ഓർമ്മയില്ല? തീർന്നൊന്നുമില്ല. എന്നാൽ ഓർമ്മയുണ്ട് ഒരാളുണ്ട്. വിളിക്ക് ചാക്കോ, അയാൾ വിളിച്ചേ. കിട്ടി സാർ, കിട്ടി കിട്ടി സാറിന്റെ ഡൈ കിട്ടി. സാറിന്റെ വരും സാറിൽ ഇന്നലെ കാണാൻ. എന്താ സാർ എന്നെ കാണാനാക്കുക? പറ പ്രിൻസി, താങ്കൾ ഞാൻ എങ്ങനെയാ കൊന്നേ? പറ. അറിയില്ല, കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പറ, പെട്ടെന്ന് പറ. പറയൂ. ഞാനല്ലേ പ്രിൻസി?